ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ചെയ്തത്. ഒരു കാർഡ് ഗെയിമും അതുമായി ബന്ധപ്പെട്ട 3 റിസൾട്ടും നമ്മളവിടെ കണ്ടു. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആ കാർഡ് ഗെയിമിൽ കണ്ടതൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഇപ്പോൾ തൽക്കാലം നമ്പേഴ്സ് മാത്രം നമ്മളൊന്ന് പരിഗണിക്കുന്നു. 2 - 3, 2 നിന്ന് 3 കുറയ്ക്കണം. 2 - 3 മീൻസ് 2 നിന്ന് 2 കുറയ്ക്കാം, 2 വരെ കുറയ്ക്കാം അല്ലേ. പിന്നെ ഇനിയും 1 more is to be subtracted, -1 ഒന്നുകൂടി കുറയാൻ. ദാറ്റ് മീൻസ് 2 - 2 0, 0 - 1 is equal to 0 - 1. അതായത് ഒന്നുകൂടി കുറയാനുണ്ടെന്നുള്ളത് നമ്മൾ -1 എന്നങ്ങ് എഴുതുന്നു. 0യിൽ നിന്ന് 1 കുറഞ്ഞത് -1. അങ്ങനെയാണെങ്കിൽ 2 - 4 എന്ത് വരും? 2 - 2 -2 രണ്ടും കൂടെ കുറയാനുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 0 - 2. 0 - 2വിനെ -2 എന്നങ്ങ് എഴുതാം. രണ്ടും കൂടെ കുറയ്ക്കാനുണ്ട്. ഏതിൽ നിന്ന്? 0യിൽ നിന്ന് 2 കുറഞ്ഞു, അപ്പോൾ -2. അങ്ങനെയെങ്കിൽ 0 - 3 എന്ത് വരും? -3 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. 0 - 4 -4, 0 - 5 -5 അങ്ങനെ വരും. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം ഇതെല്ലാം 0യെക്കാട്ടിൽ കുറവായിട്ടുള്ള നമ്പറുകളാണ്. അവയെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് എന്നാണ്. -8 വരുന്നതൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ്. അതെല്ലാം 0യിൽ താണ നമ്പേഴ്സാണ്, കുറവുള്ളതാണ്. 1 കുറവ് -1, 2 കുറവാണെങ്കിൽ -2, അങ്ങനെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് കഴിഞ്ഞ ദിവസം ടെമ്പറേച്ചർ വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ടെമ്പറേച്ചറൊക്കെ -4 ഡിഗ്രി, -5 ഡിഗ്രി, -10 ഡിഗ്രി, -20 ഡിഗ്രി എന്നൊക്കെ കണ്ടു. അതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ഫ്രീസസ് ടു ഐസ്. അതായത് വെള്ളം ഐസ് ആകാനുള്ള ടെമ്പറേച്ചറിനെ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നെടുത്തിട്ട് അതിൽ താഴോട്ട് ടെമ്പറേച്ചർ വരുന്നതാണ് ടെമ്പറേച്ചറാണ് -4 ഡിഗ്രി സി, -5 ഡിഗ്രി സി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് വാട്ടർ ഫ്രീസസ് ടു ഐസ്. ഐസിൻ്റെ തണുപ്പ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലും താഴെ പോകുന്ന ടെമ്പറേച്ചർ. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ലൈനയിൽ ഈ നമ്പേഴ്സൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്പർ ലൈന്. അവിടെ സീറോ ഒരു പോയിൻ്റ്, ഒരു ലൈൻ വരച്ചൊരു പോയിൻ്റ്, പ്രത്യേക പോയിൻറ്റിന് 0 എന്ന് കൊടുക്കുന്നു. അതിന് വലത്തോട്ട് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങനെ അടയാളപ്പെടുത്തുന്നു. ഈ 0യെക്കാട്ടിൽ താഴെ നമ്പേഴ്സ് ലെഫ്റ്റിലോട്ട്, അത് റൈറ്റിലോട്ട് അടയാളപ്പെടുത്തിയപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റിലോട്ട് അടയാളപ്പെടുത്തുന്നു. -3, -4 അങ്ങനെ. അപ്പോൾ ഇങ്ങോട്ടുള്ളതാണ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. അവിടെ പോസിറ്റീവ്, ഇവിടെ 1, 2, 3 എക്സെട്ര എന്നുള്ളത് ആ ചിഹ്നം ഇടാറില്ല. ഇവിടെ പ്ലസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ചിഹ്നം ഇടാറില്ല. 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0 എന്ന് പറയുന്നത് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഓക്കെ. ഇപ്പോൾ ഇത് ഈ നമ്പേഴ്സ് തന്നെ ഇത്ര ഈ നമ്പേഴ്സ് മാത്രം. ഇത് ഫ്രാക്ഷൻസ് വരെ നെഗറ്റീവായിട്ട്. ഇപ്പോൾ 1 - 1.5 ഇതെത്ര വരും? 1 - 1.5 എന്ന് പറയുമ്പോൾ 1 - 1 കുറയും, പിന്നെ -1/2 കൂടെ കുറയാനുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 - 1/2. ദാറ്റ് ഈസ് അത് എഴുതിയ പോലെ ആണെങ്കിൽ -1/2 എന്നല്ലേ. അതെവിടെ വരും? 0യെക്കാട്ടിൽ. അതപ്പോൾ -1ൻ്റെയും 0യുടെയും
ഇടയ്ക്കായിട്ടായിരിക്കും മൈനസ് ഹാഫ് വരുന്നത്. ഇങ്ങനെ നെഗറ്റീവ് ഫ്രാക്ഷൻസും ഇങ്ങോട്ട് ഉണ്ട്. ഹൊറിസോണ്ടലായി മാത്രമല്ല വെർട്ടിക്കലായിട്ട് നമ്പർ ലൈൻ വരയ്ക്കാം. വെർട്ടിക്കലായിട്ടുള്ള നമ്പർ ലൈൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ലിഫ്റ്റിലൊക്കെ കാണുന്ന നമ്പേർഡ് ബട്ടൺസ് ഉപയോഗിച്ച് നമ്മൾ ഓരോ ഫ്ലോറിലോട്ടും കടക്കുന്നത്. അതൊക്കെ ആ വെർട്ടിക്കൽ നമ്പർ ലൈനാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ചിലയിടത്ത് സീറോയെക്കാട്ടിൽ താണ് -1 -2 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് സീറോ എന്ന് പറയാൻ. അപ്പോൾ അതിലും താഴെയും ഫ്ലോർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ സീറോയെക്കാട്ടിൽ താഴോട്ട് ഉള്ള ഈ നമ്പേഴ്സ് എല്ലാം സീറോയിൽ ലെസ്സാണല്ലോ. ഇപ്പോൾ -2 -5 വലുത്? ചെറുതും വലുതും ഏത്? സീറോയുടെ അടുത്ത് കിടക്കുന്നത് -2 ആണ്. -5 പിന്നെയും താഴോട്ട് പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുവാണെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകും തോറും നമ്പറിൻ്റെ വാല്യൂ കുറയുകയാണ്. അതായത് താഴോട്ട്, അല്ലെങ്കിൽ വെർട്ടിക്കലാണെങ്കിൽ താഴോട്ട് പോകും തോറും വാല്യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ -5 ഈസ് ലെസ് ദാൻ -2. -100 ആണോ -50 ആണോ ചെറുത്? -100 ഈസ് ലെസ് അല്ലേ? -250 -300 എന്ന് പറയുമ്പോൾ ഏത് വരും? -250 ഈസ് ഗ്രേറ്റർ ദാൻ -300. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഗാഡ് ഗെയിമിൽ നിന്ന് മനസ്സിലാക്കിയ 3 പോയിൻറ്റ്സാണ് ഇത്. അതായത് എക്സും വൈയും പോസിറ്റീവ് നമ്പേഴ്സ്. എക്സ് ഈസ് ലെസ് ദാൻ വൈ. എക്സ് ചെറുത്, വൈ വലുത്. ആകുമ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് എക്സ്. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക എന്ന് പറയുമ്പം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് ഇടുക എന്നുള്ളത്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ് നമ്പേഴ്സ് -x + y ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് തിരിച്ചെഴുതാം, y മൈനസ് എക്സ് എന്നെഴുതാം. -x ഇപ്പുറത്ത് രണ്ടാമത് എഴുതാം. അതാണ് എക്സും വൈയും പോസിറ്റീവാണ്. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ -x എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. പിന്നെയും -x - y, അതായത് എക്സും -y എന്ന് പറയുമ്പോൾ എക്സും കുറയാനുണ്ട്, വൈയും കുറയാനുണ്ട്. അതെന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ് + y കുറയാനുണ്ട്, സബ്ട്രാക്റ്റ് ആവാനുണ്ട്. അതുകൊണ്ടാണ് -x + y എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ 3 പോയിൻറ്റ്സ് നമ്മൾ കണ്ടതാണ്. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾജിബ്രയിൽ നമ്മൾ ലെറ്റേഴ്സ് എക്സ്, വൈ എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സീറോയും വിലകളായിട്ട് സ്വീകരിക്കാം എന്നാണ് ആൾജിബ്രയിലൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞത് പോസിറ്റീവ് എക്സും വൈയും പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ -x എന്ന് പറയുന്നത് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് പോയിൻറ്റ്സ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ ആൾജിബ്രയിൽ സാധാരണയായി ലെറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ലെറ്ററിന് നെഗറ്റീവ് നമ്പറും വരാം, പോസിറ്റീവ് നമ്പറും വരാം, സീറോയും വിലയായിട്ട് സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ വേരിയബിൾ എന്നൊക്കെ പറയും, വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഇതിന് എക്സിനും വൈക്കും നമ്മൾ വിവിധ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് അഡീഷൻ, സബ്ട്രാക്ഷനും ഒക്കെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ x + y, z ഈസ് ഈക്വൽ ടു x + y. എക്സും വൈയും കൂടെ ആഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ z എന്ന മറ്റൊരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ സമ്മിനെ z എന്ന അക്ഷരം കൊണ്ട്, ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും വിവിധ വിലകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ അഡീഷനാണ്. ഇവിടെ എക്സിന് കുറേ വിലകൾ കൊടുത്തിരിക്കുന്നു, വൈക്കും വില കൊടുത്തിരിക്കുകയാണ്. ആദ്യത്തേത് 4, എക്സിന് 4 കൊടുക്കുമ്പോൾ വൈക്ക് 3 എന്ന് വിലയിടുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സം എന്ത് വരും? ഇസഡിൻ്റെ വാല്യൂ എന്താണ് എന്ന് പറയുമ്പോൾ എക്സും + y അല്ലേ, x + y എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 4 + 3. 4 + 3 ഈസ് ഈക്വൽ ടു 7. നമ്മൾ സാധാരണ അഡീഷൻ നമ്മളിത് കണ്ടിട്ടുള്ളൂ. ഇനി -4 - 3 എന്ന് പറയുമ്പോൾ -4 + -3 അല്ലേ? -4 + -3
അതാ -4ൻ്റെ കൂടെ ഏത് കൂടി -3 ആഡ് ചെയ്യണം. -3 എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം 3 കുറയണം എന്നാണ്. 3 കുറയണം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? -4ൻ്റെ കൂടെ കൂട്ടണം -3 എന്ന് പറയുമ്പോൾ -4ൽ നിന്ന് -3 കൂട്ടുക എന്ന് പറഞ്ഞാൽ -3 എന്ന് പറയുന്നത് തന്നെ 3 കുറയ്ക്കുക എന്ന്. അപ്പോൾ നമുക്കത് സാധാരണ പോലെ 3 അങ്ങ് കുറച്ചാൽ മതി. അതായത് -4ൽ നിന്ന് 3 കുറയ്ക്കുക. -4ൽ നിന്ന് 3 കുറയ്ക്കുക എന്ന് പറയാൻ നമ്മൾ കണ്ടതാണല്ലോ. -4 -3 എന്താണ്? -4 + 3 ആണ്. അതായത് -7 അല്ലേ? -7 അത് കഴിഞ്ഞ ഗെയിമിൽ നിന്ന് നമുക്ക് കിട്ടിയ പോയിൻ്റാണത്. ഇതോ അപ്പോൾ -5 + -10 എന്ന് പറയുമ്പോൾ -5ൻ്റെ കൂടെ ആഡ് ചെയ്യണം -10. -10 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക എന്നാണ്. 10 സബ്ട്രാക്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? 10 സബ്ട്രാക്ട് ചെയ്യുക. -5ൽ നിന്ന് 10 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ഇങ്ങനെ ബ്രാക്കറ്റ് 5 + 10 ഇട്ട് -15. ഓക്കെ. -½ + -1/4 ദാറ്റ്സ് ഈക്വൽ ടു ഇതും. അപ്പോൾ പ്ലസ് -1/4 എന്ന് പറയുമ്പോൾ അവിടെ സബ്ട്രാക്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. -½ -1/4 എന്നങ്ങ് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു -½ + 1/4. ½ + 1/4 നമുക്ക് പരിചയമുള്ള ഫ്രാക്ഷനാണ്. ക്വാർട്ടറും ഹാഫും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ക്വാർട്ടറും ഹാഫും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3/4 അല്ലേ? 3/4 ദാറ്റ്സ് ഈക്വൽ ടു -3/4. ഓക്കെ. അടുത്തതോ? ഇനി അതിൻ്റെ ആൻസർ -1/2 -1 കൂടെ ആഡ് ചെയ്യണം. ഇതെന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1.5 2. അപ്പോൾ എന്ത് വരും? -1/2 + 1.5 = -2. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയത്? ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്. സാധാരണ പോലെ പോസിറ്റീവ് നമ്പേഴ്സ്. അത് രണ്ടും നമ്പറും കൂടെ ആഡ് ചെയ്തു. അവിടുത്തെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്. ഇതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സാണ്. എക്സിനും വൈക്കും നെഗറ്റീവ് നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അവിടെ എന്താണ് ആൻസർ? ഇവിടെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഇതെല്ലാം 4 3 കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇടുമായിരുന്നു. 5 10 5 കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇടുമായിരുന്നു. അപ്പോൾ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ആ നമ്പേഴ്സ് മാത്രം വിത്തൗട്ട് സൈൻ ഇല്ലാതെ ആ നമ്പർ മാത്രം ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ് ആൻസർ. ആ നമ്പേഴ്സ് വിത്തൗട്ട് സൈൻ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് കൊടുക്കുക. അതാണ് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് -7 വൈക്ക് 2. അപ്പോൾ ഇവിടെ -7 + 2 ആണ്. -7 + 2. -7ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നെഗറ്റീവ് എന്നാൽ നമുക്ക് തിരിച്ചെഴുതാമെന്നറിയാമല്ലോ. -x + y = y - x എന്ന് പറയുന്ന പോലെ ഇതിന് രണ്ടാമത് എഴുതാം. അതായത് 2 ആദ്യം എഴുതി, -7 രണ്ടാമത് 2 - 7 ദാറ്റ്സ് ഈക്വൽ ടു, നമുക്കറിയാം ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക. അതിനെന്ത് ചെയ്യും? നെഗറ്റീവ് ഇട്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ദാറ്റ്സ് ഈക്വൽ ടു -5. അടുത്തത് 7, എക്സിന് 7 വൈക്ക് -2. 7 + -2 = +-2 എന്ന് പറയുമ്പോൾ 2 കുറയാനുണ്ട്. അപ്പോൾ 7ൽ നിന്ന് 2 കുറയാനുണ്ട് എന്നാണ്. 7 - 2 ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ പ്ലസും മൈനസും അടുപ്പിച്ച് വന്നപ്പോൾ മൈനസ് അങ്ങ് എഴുതിയാൽ മതി. 7 - 2 = 5. നമുക്ക് നേരിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. അടുത്തതോ -3 + വൈയുടെ വില 5 ആണ്. -3 + 5 ദാറ്റ്സ് ഈക്വൽ ടു
-3 അപ്പുറത്ത് കൊണ്ടുപോയി എഴുതാം. 5 - 3 = 2. അടുത്തതോ എക്സിന് 3 + -5 എന്ന് പറയുമ്പോൾ ഇവിടെ -5 എന്നാണെന്നാണ് എൻ്റെ അർത്ഥം. 3 - 5 ദാറ്റ്സ് ഈക്വൽ ടു -5 - 3 ആണ്. തിരിച്ചെഴുതുക അല്ലേ? -ഓഫ് എടുത്തിട്ട് വലുതിൽ ചെറുത് കുറയ്ക്കും, അതായത് -2. അടുത്തതോ -1½ വൈക്ക് ഹാഫ്, -1½ + ½ എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതാം. ½ - -1½ ദാറ്റ്സ് ഈക്വൽ ടു -1½ -1½ എന്നെഴുതാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതായിട്ട്. ദാറ്റ്സ് ഈക്വൽ ടു -1. ഓക്കെ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ക്രിയ ചെയ്തത്? ആഡ് ചെയ്യാൻ ഇതാണ്. എന്താ ചെയ്തത്? ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആകുമ്പോൾ ഇവിടെ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. 7 - 2 ആണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് മൈനസ് ഇട്ടിരിക്കുന്നു. ഈ മൈനസ് എന്ന് പറയുന്ന 7ൻ്റെ സൈനാണ് അല്ലേ? ഇവിടെയാണെങ്കിലും 7 - 2 ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈൻ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കാം? അതെ, വലുതിൻ്റേതാണ് ഇവിടുത്തെ ചിഹ്നം. ഇവിടെ വലുത് 7 ആണ്, അപ്പോൾ ഇവിടെ പോസിറ്റീവായി. അടുത്ത -3 5ൻ്റേത് എങ്ങനെ? 5 - 3 ചെയ്തു. 5ൽ നിന്ന് 3 കുറച്ചിട്ട് പിന്നെ ഇവിടെ വലുത് ഏതാ? 5. അപ്പോൾ അതിൻ്റെ ചിഹ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്, സൈനാണ് വന്നിരിക്കുന്നത്. 3 - 5 ആയപ്പോഴോ അതും 5 - 3 ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ്, അതായത് 5ൻ്റെ വലിയ നമ്പർ നെഗറ്റീവ് സൈൻ. ഇവിടെയോ -1½ ഹാഫ്, ഇതും ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 1.5ൽ നിന്ന് അര കുറയ്ക്കുന്നു. 1/2ൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, വലുത് അതാണ്. അപ്പോൾ -1. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും, പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നതിന് ആ നമ്പേഴ്സ്, സൈൻ ഇല്ലാതെ ആ നമ്പേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യുക, വലുതിൽ നിന്ന് ഞങ്ങൾ ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ഇടുക. അതാണ് ഇവിടുത്തെ റൂള്. -5 എക്സിന് -5 വൈക്ക് 5. അപ്പോൾ എന്തായി വരും? ഇസഡ് -5 + 5. ആൻസർ സബ്ട്രാക്റ്റ് ചെയ്യുകയാണ്. സബ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 5 - 5 0 അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 0 എന്ന് നമുക്ക് എഴുതാം. ഇതും അതുപോലെ ഒരെണ്ണം ഹാഫ്, ഒരെണ്ണം -½ അപ്പോൾ ½ - ½ 0. അപ്പോൾ ഇവിടെയും 1/2ഉം -1/2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴും 0. അതായത് ഒരുപോലുള്ള സംഖ്യ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും വന്നാൽ അത് 0 ആയി പോകുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടത് അഡീഷൻ്റെ റൂളെന്ന് പറയുന്നത് 2 പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ ആഡ് ചെയ്തിട്ട് ആ പോസിറ്റീവും കൂടെ ആഡ് ചെയ്ത് പോസിറ്റീവ് നമ്പറാണ്. നമ്പേഴ്സ് ആഡ് ചെയ്യുക പോസിറ്റീവ്. 2 നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് ദ നമ്പേഴ്സ് വിത്തൗട്ട് സൈൻ നോക്കാതെ തന്നെ നമ്പർ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈന് ഇടുക. പ്ലസും മൈനസും, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് പോസിറ്റീവ്, എങ്ങനെ ആയാലും ഇവിടെ ചെയ്യേണ്ടത് വലിയ സംഖ്യയിൽ നിന്ന് ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുക. എന്നിട്ട് വിത്ത് ദ സൈൻ ഓഫ് ലാർജർ നമ്പർ, ലാർജർ നമ്പറിൻ്റെ സൈനാണ് ഇടേണ്ടത്. മനസ്സിലായല്ലോ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ ഇന്ന് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് പറഞ്ഞ കാര്യങ്ങൾ ആ 3 നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.